ഹലോ ഇൻ്റർനെറ്റ്, വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലിൽ. നമ്മളിപ്പോൾ പോർട്ട് ക്ലാങ്ങിൽ നിന്നും മലേഷ്യയിലെ തന്നെയുള്ള പിനാങ് എന്ന് പറയുന്ന ഐലൻഡിലേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ ഷിപ്പിലെ രണ്ടാമത്തെ ദിവസമാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞു. പോർട്ട് ക്ലാങ്ങിൽ നിന്ന് വിട്ടിട്ട് അധികം നേരമായിട്ടില്ല, ഏറെക്കുറെ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഷിപ്പ് അത്ര സ്പീഡിലല്ല പോകുന്നത്. നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. നല്ല കാറ്റും വീശുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് ഇവിടെ അങ്ങ് നിന്നാലോ. ഇത് കുറച്ച് താഴത്തെ നിലയാണ്, അതുകൊണ്ട് നമുക്ക് ഷിപ്പിൻ്റെ ഓളങ്ങളെല്ലാം ക്ലിയറായിട്ട് കാണുകയും ചെയ്യാം. ലൈഫ് ബോട്ട് മറ്റും ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം ആണിത്. മലേഷ്യയുടെ തന്നെ കരയാണ് നമ്മൾ അങ്ങ് ദൂരെ ഇപ്പോൾ കാണുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ബാറിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് കേൾക്കാനും കാണാനും താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്തൊരു 2 മിനിറ്റ് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. ഇതാണ് ബയോണിക് ബാർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബാറ് കാണുന്നത്. വേറൊന്നുമല്ല, റോബോട്ടാണ് ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം വിളമ്പിത്തരുന്നത്. ഇവിടെ ഒരു ടച്ച് സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാം. കൂട്ടത്തിൽ വെള്ളമാണോ സോഡയാണോ ഐസാണോ വേണ്ടത് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. ഹാർഡ് ലിക്കർ കൂടാതെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്കിവിടെ കിട്ടും. ഇതിൽ നമ്മൾ ടച്ച് സ്ക്രീനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റോബോട്ടിൻ്റെ ആം അതെല്ലാം പോയി കളക്ട് ചെയ്തിട്ട് അതിൻ്റെ കയ്യിലുള്ള ആ ജാറിൽ അത് മിക്സ് ചെയ്ത് തരും. ശരിക്കും ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരീക്ഷണം ഒരു കപ്പലിൽ നടത്തുന്നത്. ലെഫ്റ്റ് സൈഡിലൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമ്മൾ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ആ സ്ക്രീനിൽ അവിടെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ഡ്രിങ്ക്സും നോർമൽ ബാറിലെ പോലെ തന്നെ ചാർജബിൾ ആണ്, ഒന്നും ഫ്രീ അല്ല. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കും. ഒരു തുള്ളി പോലും കളയാതെയാണ് അത് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മളുടെ പ്രേക്ഷകർക്ക് കാണിക്കാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റോബോട്ട്. അതിനുശേഷം റോബോട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ആ ഗ്ലാസ് എല്ലാം കഴുകി വീണ്ടും റെഡിയായിട്ട് അടുത്ത ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്ത് രസമാണല്ലേ. ശരിക്കും ഈ ബാറ് ആൾക്കാർ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാനാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സീ പാസ് കാർഡ് നമ്മളവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തനിയെ ഗ്ലാസ് നമ്മളുടെ അടുത്തേക്ക് വരും. എന്തായാലും ഒരു അടിപൊളി സംഭവം തന്നെയാണിത്. ബാറിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ നിന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു മലയാളം പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ കടലിനെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും കപ്പലിൽ യാത്ര ചെയ്തിരിക്കുന്ന ജീവിതത്തിൽ. ഡിന്നറെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പ്രോഗ്രാം നടക്കുന്ന ഒരു ഹാളിലേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഈ ഷിപ്പിൽ ശരിക്കും പല സമയത്ത് പല പല ഡെക്കുകളിൽ പല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാട്ട് കേൾക്കാനാണ് വന്നത്. ഇന്ത്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഒരു ബോളിവുഡ് സോങ് ആണ് ഇപ്പോൾ ആ ലേഡി പാടുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന പ്രതീതി മാത്രമേ നമുക്കുണ്ടാകത്തുള്ളൂ. ഒരിക്കലും ഒരു ഷിപ്പിലാണ് എന്നും ഒന്നൊരിക്കലും നമുക്ക് തോന്നത്തില്ല. കാരണം ഈ ഷിപ്പ് അനങ്ങുന്ന പോലുമില്ല. പലർക്കുള്ളൊരു സംശയമാണ്, ഷിപ്പ് പോകുമ്പോൾ ഷിപ്പ് ആടില്ലേ എന്നൊക്കെ. ശരിക്കും ഇത്രയും ടണ്ണേജ് വെയിറ്റുള്ള ഒരു ഷിപ്പ് വെള്ളത്തിൽ കൂടി പോകുമ്പോൾ പൊതുവെ അനങ്ങാറില്ല. 5 ദിവസം നീളുന്ന നമ്മുടെ ഈ ഷിപ്പിലെ യാത്രയിലെ 2ാമത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ നമ്മൾ എണീറ്റപ്പോൾ ഷിപ്പ് പിനാങ്ങിൽ അടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിൻജാമർ കഫേയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതുണ്ട്, അപ്പോൾ കൂടുതൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ച, അവിടെ
ഇന്നലെ നമ്മൾ കണ്ടിരുന്ന ആ ലൈഫ് ബോട്ടെല്ലാം കടലിൽ ഇറക്കിയിരിക്കുകയാണ്. ഇത് സാധാരണ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അതെല്ലാം കൈകാര്യം ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കുകയാണത്. ഈ റൂട്ടിൽ മിക്കവാറും കാണുന്നൊരു ഷിപ്പാണ് ആ പോകുന്നത്. സിംഗപ്പൂർ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാസിനെയാണ് ആ ഷിപ്പിലുള്ളത്. ലിഷർ വേൾഡ് എന്നാണ് അതിൻ്റെ പേര്. 51 വർഷം പഴക്കമുണ്ട്. 850 പാസഞ്ചേഴ്സും 250 സ്റ്റാഫും ഉണ്ട് അതിന്. വിൻജാമർ കഫിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ പെനാങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയാണ്. റോയൽ കരീബിൻ്റെ ഈ ഷിപ്പിൽ വരുമ്പോൾ നമുക്ക് മലേഷ്യയുടെ വിസ വേണ്ട, നമ്മുടെ സീ പാസ് കാർഡ് മാത്രം കാണിച്ചാൽ നമുക്കിവിടെ ഇറങ്ങാം. ഇമിഗ്രേഷൻ കൗണ്ടർ നമ്മുടെ മുന്നിൽ വരും, പക്ഷേ ആരും തന്നെ അവിടെ ഇല്ല. പാസ്പോർട്ട് കാണിക്കലോ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. പെനാങ് എന്ന് പറയുന്നത് മലേഷ്യയുടെ തന്നെ പാർട്ടാണ്. മലേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സമയത്തുള്ള വ്യത്യാസം 2.5 മണിക്കൂർ നമ്മളെക്കാളും മുന്നിലാണ്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് റിങ്കറ്റാണ്. ഒരു റിങ്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ 18 വരും. അത് മാറിയും മറിഞ്ഞുമൊക്കെ വരും. നമ്മൾ ടൂർ ഐറ്റിനറിയിൽ പെനാങ്ങിൻ്റെ കാഴ്ചകളില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇല്ല. ഞാനും സന്ദീപും മാത്രമേ ഇപ്പോൾ ഈ കാഴ്ചകളിലേക്കെല്ലാം പോകുന്നുള്ളൂ. ടൂർ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാതിരുന്നതിന് കാരണം കൂടുതലും ആൾക്കാർക്ക് ക്രൂയിസിൽ തന്നെ സമയം ചെലവഴിക്കാനാണ് താല്പര്യം. അതുകൊണ്ടാണ് പെനാങ്ങിലേക്ക് പ്രത്യേകം ഒരു ടൂർ നമ്മൾ അറേഞ്ച് ചെയ്യാതിരുന്നത്. പോകേണ്ടവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി പെനാങ്ങിൻ്റെ ചരിത്രം എന്ന് പറയാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്ന ഒരിടമാണ് ഈ പെനാങ്. ജോർജ് ടൗൺ ആണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ബ്രിട്ടീഷുകാർ ഇതിനെ ഭരിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2ാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻകാരും ഇതിനെ കീഴടക്കിയിരുന്നു. ശരിക്കും ഇതറിയപ്പെടുന്നത് സിലിക്കോൺ വാലി ഓഫ് ഈസ്റ്റ് എന്നാണ്. നമ്മുടെ നാട്ടിലുള്ള പല കമ്പനികളുടെയും മാനുഫാക്ചറിങ് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. 2004 സുനാമിയിൽ 52 പേരാണ് ഇവിടെ മരിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. ഇത് ഒരു പർട്ടിക്കുലർ റൂട്ടിലായിരിക്കും ഇത് പോയിക്കൊണ്ടിരിക്കുക. അതിന് ഓരോരോ സ്റ്റോപ്പുകളും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടെ ഇറങ്ങാം. അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇതേപോലെ മറ്റൊരു ബസ് വരും. ആ ബസ്സിൽ കയറി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു പൈതൃക നഗരമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകളെല്ലാം അവരങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നോക്കുക, എത്ര ഫോറിനേഴ്സാണ് ഈ ഒരു പഴയ നഗരം കാണാനായിട്ട് വരുന്നത്. ഇവിടെ ചില സ്ട്രീറ്റുകളുണ്ട്. ആ സ്ട്രീറ്റുകളിൽ വാൾ പെയിൻറ്റിങ്ങുകൾ ഭയങ്കര ഫേമസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി വന്നപ്പോൾ ഇദ്ദേഹം ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ടാണ് ഇരുന്നത്. ഇപ്രാവശ്യം മറ്റൊരു വേഷത്തിലാണ്. കുട്ടികളെല്ലാം പുള്ളിയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അവിടെ ഒരു ക്യൂ നമുക്ക് കാണാം. അവിടെ ഒരു സൈക്കിളിൻ്റെ പുറകിലായിട്ടൊരു വാൾ പെയിൻറ്റിംഗ് ഉണ്ട്. ആ സൈക്കിളിലിരുന്ന് ഫോട്ടോ എടുക്കാനാണ് അത്രയും പേര് അവിടെ ക്യൂ നിൽക്കുന്നത്. അതേ പെയിൻറ്റിങ് വെച്ചിട്ട് തന്നെ ഇവിടെ ടീഷർട്ടിലെല്ലാം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഫ്രിഡ്ജിലെല്ലാം വയ്ക്കുന്ന മാഗ്നറ്റ്സ് എല്ലാം കിട്ടും. കടകളിലെല്ലാം നോക്കിയാൽ നമുക്ക് അങ്ങനത്തെ കുറേ വാൾ പെയിൻറ്റിങ്ങുകളുടെ മാഗ്നറ്റ്സും ടീഷർട്ടുകളൊക്കെ കാണാം.
വെറും ഒരു വാൾ പെയിൻ്റാണ് ഇത്രയും ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കുന്നത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ പെനാങ്ങിലെ ബാക്കി കാഴ്ചകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.